അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് വിട്ടു. എനിക്ക് കുറച്ച് വിശ്രമിച്ചിട്ടാവും ബാക്കി കാര്യങ്ങളെല്ലാം. പിന്നെ ഞങ്ങളൊരു ദീർഘനേരത്തെ സാരി ഉടുക്കാൻ പഠിക്കൽ പ്രക്രിയയിലായിരുന്നു. പിന്നെ സ്ഥിരമായിട്ടുണ്ടാകുന്ന പോലെ അവസാനം ഞങ്ങൾ രണ്ടുപേരും കീഴടങ്ങി ഗൈസ്. ചിക്കൻ ബനാന ചിക്കൻ ബനാന ബനാന ചിക്കൻ ബനാന ചിക്കൻ ബനാന ബനാന. അവിടുന്ന് കുറച്ചു നേരം കോപ്രായൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആഗ്നസ് ക്ഷീണിച്ച ആഗ്നസിന് അപ്പം ചായ കിട്ടണം, അല്ലെങ്കിൽ തലവേദന വരും. അവിടുന്ന് പിന്നെ ചായ അന്വേഷിച്ചുള്ളൊരു നീണ്ട നടത്തമായിരുന്നു. അവസാനം ഞങ്ങളൊരു ഇറാനി ചായ കണ്ടുപിടിച്ചു. അയാളെ കണ്ടോ? ഇയാൾ ഞങ്ങൾ അപ്പുറത്തെ റൂമിലുള്ള ചേച്ചീന്റെ കൊച്ച. സംഭവം ആളൊരു ക്യൂട്ടി പയ്യ. ആൾക്ക് കുറച്ചൊക്കെ മലയാളം മനസ്സിലാവും. ബിക്കോസ് കുട്ടിയുടെ അച്ഛൻ മലയാളി, അമ്മ പഞ്ചാബി. ഓൾ ഓഫ് ദം ആർ വെരി കൈൻഡ് ഗൈസ്. ബിക്കോസ് ഞങ്ങൾക്ക് സാരി എടുക്കാറിയാത്തതുകൊണ്ട് ആ ചേച്ചി വന്നിട്ടാണ് സാരി വരെ എടുപ്പിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? അതുവരെ ഞാൻ നിങ്ങളോട് ആരുടെ ഫംഗ്ഷനാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സഫേന്റെ കസിന്റെ മാരേജിനാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. ഒരു 10 മണിക്ക് തുടങ്ങിയിട്ട് പുലർച്ചെ 5 മണി വരെയാണ് ഇവരുടെ ഫംഗ്ഷൻ. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. പിന്നെ അതൊന്നും പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ആയിട്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 9:30 തന്നെ ഇറങ്ങി. അപ്പൊ ബാംഗ്ലൂരിലെ ട്രാഫിക് കാരണം ഞങ്ങൾ സ്ഥലത്തെത്തിയത് 10:45. അപ്പോഴേക്ക് സഫ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഡ്രസ് മീ ഗൈസ്, ഷീ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് ബെല്ല ഹെഡഡ്. പക്ഷെ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടുള്ളത് സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഭംഗിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ, എത്ര തന്നെ കോംപ്ലിമെന്റ്സ് കിട്ടിയാലും അവർ അയ്യോ അങ്ങനെയല്ല. സംഭവം കുട്ടി അത്ര ഫോട്ടോജനിക് അല്ല. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ടായിരുന്നു കൊച്ചിനെ കാണാനായിട്ട്. ഈ കാണുന്ന പാർക്ക് ലൈക്ക് സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ അവള് പറഞ്ഞത് അവിടെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആണെന്ന്. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു വില്ലേജിലേക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആ കാണുന്ന മാല കൊണ്ട് തൊപ്പിയിട്ട ആളാണ് കല്യാണ പെണ്ണ്. അതിനടുത്ത് നിൽക്കുന്നതാണ് കല്യാണ ചെക്കൻ. അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെ കാണാൻ ഒടുക്കത്തെ ഭംഗി. അതൊക്കെ കണ്ട് നേരെ ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തോട്ട് ചിക്കനും മട്ടനും ഒക്കെ ആയിട്ട് ഒരുപാട് ഡിഷസ് ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ മട്ടന്റെ അടുത്തേക്ക് എന്റെ കോൺസെൻട്രേഷൻ പോയിട്ടില്ല. കണ്ടപ്പോൾ എല്ലാം കൂടി വാരി വലിച്ചു കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ തുടങ്ങിയപ്പോൾ അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ലായിരുന്നു. ചിക്കൻ മാത്രമായിട്ട് നമുക്ക് വയറിറക്കാൻ പറ്റും. 1 കിലോ ചിക്കൻ അങ്ങനെ കുറെ നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഞങ്ങൾ തീറ്റയൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ കുറെ നേരം അവിടെ നിന്ന് സംസാരിച്ച് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 12 മണി കഴിഞ്ഞു. നാളെ രാവിലെ 5 മണിക്കാണ് നമ്മുടെ ബസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പാമ്പേരെ വിഴുങ്ങിയതുപോലെ ഞങ്ങൾ എങ്ങനെയോ റൂമിലെത്തി. ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്ക് രാവിലെ 3:30. പിന്നെ പല്ല് തേപ്പും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഊബർ ചേട്ടൻ താഴെ എത്തി എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി തുടങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങൾ അടുത്തുള്ള ചേച്ചീൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തൊക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ പാതി ഉറക്കത്ത് ചെയ്തുകൊണ്ട് ഊബർ കയറുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ ത്വരയായിരുന്നു. പിന്നെ ആ ചേട്ടൻ ഞങ്ങളെ വേറെ എവിടെയും കൊണ്ട് ഇറക്കിയാലോ എന്നുള്ള പേടി കാരണം ഞങ്ങൾ കണ്ണും വിഴിച്ചിരുന്നു. സംഭവം ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യങ്ങളും നടന്നില്ലെങ്കിലും ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം ഒരു രസമായിരുന്നു. അവിടുന്ന് ബസ് കയറി ദൊഡ്ഡിലോട്ട് തിരിച്ചു പോകുമ്പോഴും ഇന്ന് നടന്ന മണ്ടത്തരങ്ങളെ കുറിച്ച് ഓർത്ത് ചിരിക്കായിരുന്നു ഞങ്ങൾ രണ്ട്